സുയികയെ യാവോവുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പുറത്ത് വെച്ച് യാവോയുടെ ബോഡി ഗാർഡ്സ് അവനെ തടയുന്നു. പിന്നാലെ എത്തിയ യാവോ അവനോട് തൻ്റെ അച്ഛനെ സ്വതന്ത്രമാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാനാണ്, ഇതിനെക്കുറിച്ചൊന്നും അച്ഛന് യാതൊരു അറിവുമില്ല, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം തീർക്കാനുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം എന്നൊക്കെ യാവോ പറയുന്നുണ്ട്. സുയിക അവനൊന്നും മറുപടി പറയാതെ ആയപ്പോൾ സുയിക അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ തൻ്റെ ബോഡി ഗാർഡ്സിന് നിർദ്ദേശം നൽകുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ മറിഞ്ഞിരിപ്പുണ്ടായിരുന്ന ഇക്ഷ്യാവോ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെല്ലാവരും കാണുന്നു. നിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്, സുയികയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ ജീഷുവിൽ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിന്റെ അച്ഛനെ സ്വതന്ത്രമാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് പകരമായിട്ട് നീ ഏതെങ്കിലും കൊക്കയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ തയ്യാറാണോ എന്ന് ഇക്ഷ്യാവോ യാവോയോട് വിളിച്ചു ചോദിക്കുന്നു. അവൻ അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ അവന് അച്ഛനോടുള്ള ഈ സ്നേഹമൊക്കെ വെറും പ്രകടനം മാത്രമാണ് എന്നവൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛന് വേണ്ടി മരിക്കാൻ പോലും അവൻ തയ്യാറാവുമായിരുന്നല്ലോ. അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് താൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ഇവിടെ വെച്ച് തന്നെ കൊല്ലുമെന്നൊക്കെ യാവോ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നിന്റെ അച്ഛൻ എൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കരുത്. അദ്ദേഹത്തെ ജീവനോടെ വേണമെങ്കിൽ നിനക്ക് എന്നെ വിട്ടയച്ചേ പറ്റുകയുള്ളൂ. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ഇക്ഷ്യാവോ പറയുന്നു. അതോടെ യാവോയ്ക്ക് അവളെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് വിട്ടയക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ജീഷുവിൽ ഷാജിങ്ഷിക്ക് ഒരു സ്പെഷ്യൽ സൂപ്പ് നൽകുന്നതിന് വേണ്ടി ബായി നേരിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് അവനുള്ള ഒരു മെസ്സേജ് മറ്റാരും കാണാതെ അവൻ ഷാജിങ്ഷി ഇരിക്കുന്ന ആ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഷാജിങ്ഷി തിരിച്ച് തനിക്ക് അവനെ അറിയിക്കാനുള്ള കാര്യം മേശപ്പുറത്ത് വെള്ളം കൊണ്ട് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബായി അവൻ്റെ മെസ്സേജും മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇങ്ങനെ സീക്രട്ടീവായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഷാജിങ്ഷി വേഗം ആ വെള്ളം കൊണ്ട് വരച്ചത് മായ്ച്ചു കളയുന്നുണ്ട്. പുറത്ത് നിർത്തിയിരുന്ന കാവൽക്കാരെയൊക്കെ ഷാജിങ് പിൻവലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസരം മുതലെടുത്ത് തങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാനായിരുന്നു ബായി അവന് നൽകിയ മെസ്സേജ്. അന്ന് രാത്രി ഷാജിങ്ഷി മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രിൻസസ് അവനെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവളിങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഷാജിങ്ഷി ആദ്യമേ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും നിനക്ക് ഇക്ഷ്യാവോയുടെ സ്ഥാനത്തേക്ക് ആവാൻ പറ്റില്ല എന്ന് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ തൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ മതിയെന്ന് പ്രിൻസസ് ഈ സമയത്ത് പറയുന്നുണ്ട്. ഒരാഗ്രഹം സാധിച്ചു തരാൻ തയ്യാറാണ്, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നീ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്, എനിക്കതിനൊരിക്കലും സാധിക്കില്ല എന്ന് അവൻ തുറന്നടിച്ച് തന്നെ പറയുന്നുണ്ട്. ഒരു രാത്രിയിലേക്കെങ്കിലും അവന് തൻ്റെ ഭർത്താവായി കഴിയാൻ പറ്റുമോ എന്ന് പ്രിൻസസ് ഈ സമയത്ത് ചോദിക്കുന്നു. അവനോടുള്ള ഒരു വല്ലാത്ത ഇഷ്ടം കൊണ്ടാണല്ലോ അവൾ സ്വന്തം രാജ്യവും അച്ഛനെയും ചേട്ടനെയും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ അവൻ്റെ ഒപ്പം ഇറങ്ങി തിരിച്ച് പോകുന്നത്. അത് തനിക്ക് വല്ലാത്തൊരു ഒബ്സഷൻ ആയിരിക്കുകയാണ്. അത് മാറുന്നതിന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു രാത്രിയെങ്കിലും തൻ്റെ ഭർത്താവായിട്ട് കൂടെ കഴിയണമെന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നു. പക്ഷേ അതിന് പോലും താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ അവൾ വേഗം അവനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതെങ്കിലും ഒന്ന് സാധിച്ചു തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് ഇങ്ങനെ ഒരു ഒബ്സഷൻ ഉണ്ടായതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് മാറ്റുന്നു. പ്രിൻസസ് പിന്നെയും അവനോട് പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് താൻ എന്തിനും തയ്യാറാണെന്നുള്ള രീതിയിൽ തൻ്റെ ആ മുകളിൽ ധരിച്ചിരുന്ന ഡ്രസ്സ് പോലും അവൻ്റെ മുന്നിൽ വെച്ച് ഊരി മാറ്റുന്നു. പക്ഷെ അവന് നോക്കാതെ തിരിഞ്ഞു നിന്നിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് പ്രിൻസസ് ഇങ്ങനെ ഇവൻ്റെ മുന്നിൽ നാണം കെടുന്നത്. സുയിക ഇക്ഷ്യാവോയ്ക്കൊപ്പമാണല്ലോ തിരികെ പോയത്. മാർക്കിസിനെ ആ സിറ്റിക്ക് പുറത്തായിട്ട് ഉള്ള ഒരു ഗ്രാമത്തിലൊരു സ്ഥലത്താണ് ബന്ധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിക്കാരായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇക്ഷ്യാവോ ഈ സമയത്ത് അവനെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കേൾക്കുന്നതായി പോലും തോന്നുന്നില്ല. അവനാകെ ഷോക്കായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഫുയുവിനോട് അവൻ്റെ ഫെങ് ബറ്റാലിയനെയും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള ഷോങ്ഷി യൂണിറ്റിനെയും ഇങ്ങോട്ടേക്ക് അത്യാവശ്യമായിട്ട് വിളിപ്പിക്കാനും അവരെല്ലാം തന്നെ വന്ന് കാണാനും ഓർഡർ നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അവനകത്തേക്ക് കയറിപ്പോകുന്നത്. യാവോയ്ക്കൊപ്പം സന്തോഷത്തോടെ ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു അകത്തേക്ക് നടക്കുന്ന സമയത്ത് സുയികയുടെ മനസ്സിലേക്ക് വരുന്നത്. അത്ര ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് അവൻ തന്നെ ഇങ്ങനെ ചതിച്ചു എന്നുള്ളത് സുയികയ്ക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് യാവോയെ രക്ഷിക്കാൻ ആളെ വിടാതിരുന്നാണല്ലോ അവൻ്റെ പകയ്ക്ക് മെയിൻ കാരണം. ആ കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടു പോയ സുയികയെ കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ബോധം നഷ്ടപ്പെട്ട് താഴെ വീണിരുന്നു. അതുവഴി പെട്രോളിങ്ങിന് പോയ ഏതോ സൈനികരാണ് അവനെ കണ്ടെത്തി തിരികെ ആർമി ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. ഒരുപാട് സമയം കഴിഞ്ഞാണ് അവന് ബോധം വീണത്. അവൻ ഉണർന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് യാവോയെയും അവൻ്റെ അച്ഛനെയുമായിരുന്നു. അവിടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെർവൻറ്റിന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരുന്നില്ലെങ്കിലും അവർ സേഫായി തിരികെ എത്തിക്കഴിഞ്ഞു. മാർക്കിസ് ഓൾറെഡി നോർത്തേൺ ബോർഡറിലേക്ക് പോയി കഴിഞ്ഞു എന്നൊക്കെയാണ് അയാൾ സുയികയോട് പറഞ്ഞിരുന്നത്. അവനത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ അവൻ യാവോയെ കാണുന്നത് 2 വർഷത്തിന് ശേഷമായിരുന്നല്ലോ. അതുകൊണ്ട് ഇവൻ്റെ ഈ പകയുടെ കാരണമൊന്നും അവനൊരിക്കലും അറിഞ്ഞിരുന്നതേയില്ല. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അവൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ട് അവിടെയുള്ള ഫിസിഷ്യൻസിനെല്ലാം ഒരു റൂമിൽ പൂട്ടിയിട്ടിരുന്നല്ലോ. എന്തായാലും അവസാനം അതിലൊരു ഫിസിഷ്യൻ രാജാവിനെ ഉണർത്താൻ ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്.
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അയാൾ ഒരു ബുക്കിൽ നിന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും രാജാവ് ഉണരും. പക്ഷേ എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും ഈ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കാരണം അയാളുടെ ലൈഫ് ഷോർട്ടാവും. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം കൂടി വന്നാൽ 5 ദിവസം മാത്രമേ അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യവും ഈ ഫിസിഷ്യൻ അപ്പോൾ തന്നെ ഇവരെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പ്രൈം മിനിസ്റ്റർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. എങ്ങനെയെങ്കിലും രാജാവിനെ ഉണർത്തിയിട്ട് തൻ്റെ പക വീട്ടണമെന്നാണ് അയാളുടെ ആഗ്രഹം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ മരുന്ന് റെഡിയാക്കാൻ പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെടുന്നു. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും മരുന്ന് റെഡിയാക്കാൻ തനിക്ക് പറ്റുമായിരിക്കുമെന്ന് ഫിസിഷ്യൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം തങ്ങൾ ആവശ്യപ്പെട്ടതും ഈ മരുന്ന് റെഡിയാക്കുന്നതൊന്നും മറ്റാരോടും പറയരുതെന്ന് പ്രൈം മിനിസ്റ്റർ അയാൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുന്നു. ഓൾറെഡി അയാളുടെ ഫാമിലി എല്ലാം പ്രൈം മിനിസ്റ്ററുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഇതാരോടും താൻ പറയില്ല എന്ന് അയാൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാളെ മരുന്നുണ്ടാക്കാനായി പറഞ്ഞയക്കുന്നു. പക്ഷേ അയാൾ പോയി കഴിഞ്ഞപ്പോൾ ആ മരുന്ന് കയ്യിൽ കിട്ടിയാൽ ഉടനെ അയാളെ കൊന്നുകളയാൻ പ്രൈം മിനിസ്റ്റർ അനന്തരം ഓർഡർ നൽകുന്നുണ്ട്. ഇക്ഷ്യാവെ കുറിച്ച് വൈനൊക്കെ ആയിട്ട് സൂര്യയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഷുഗ അവളെ പിടിച്ചു നിർത്തിയിട്ട് സൂര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിൻ്റെ കാരണം ഷുഗയോട് പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അവൻ നേരിട്ട് എൻ്റെ സമയമാകുമ്പോൾ നിങ്ങളോട് പറഞ്ഞോളും, അതാണ് നല്ലതെന്ന് അവൾ പറയുന്നു. എന്തായാലും അവൾ പറഞ്ഞതനുസരിച്ച് പിന്നെ സൂര്യയെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ ഷുഗ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ ആ വൈൻകുപ്പി സൂര്യയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കണ്ണടച്ചു കിടക്കുകയായിരുന്നു അവനെ തട്ടി ഉണർത്തുന്നു. എന്നിട്ട് അവനെ ശല്യപ്പെടുത്താതെ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിന്റെ പേര് എന്തുകൊണ്ടാണ് ഇക്ഷ്യാവോ എന്നായത് എന്ന് അവൻ പുറകിൽ നിന്ന് ചോദിക്കുന്നു. അത് കേട്ട് ശരിക്കും അവൾ അത്ഭുതപ്പെട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ച് കിടക്കുന്നത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ അമ്പരക്കുന്നു. എന്തുകൊണ്ടാണ് അവളുടെ പേര് അങ്ങനെ ആയത്? അവൾക്ക് പേരൻസ് ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെ ആരാണ് അവൾക്ക് അങ്ങനെ ഒരു പേരിട്ടതെന്നൊക്കെ സൂര്യ ഡീറ്റെയിൽ ആയിട്ട് അവളോട് ചോദിക്കുന്നു. നീ ഇതിനെപ്പറ്റിയായിരുന്നു ഇങ്ങനെ ഇത്ര കാര്യമായിട്ട് ഇവിടെ ഇരുന്ന് തല പോയിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ തിരികെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ അവളോട് തൻ്റെ സൈന്യത്തിൽ ചേരാനും അവിടെ ഒരു ജനറൽ ആവാനുമൊക്കെ ഈ സമയത്തും പറയുന്നു. ഇവനിങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവളോട് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്ന് അവനും പറയുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ആ പേര് ചൂസ് ചെയ്തത്. ആ പേരിൻ്റെ അർത്ഥം എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്ന് സന്തോഷത്തോടെ കഴിയുക എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്തതെന്നൊക്കെ അവൾ സന്തോഷത്തോടെ പറയുന്നു. അവൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും മറന്നുപോയല്ലോ. അവളുടെ പേര് ശരിക്കും അർത്ഥവത്താവുന്ന രീതിയിലാണല്ലോ അത് സംഭവിച്ചത്. അതവൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അതും പറഞ്ഞ് അവൻ തന്നെ കളിയാക്കുന്നതിന് അവൾ പരാതി പറയുന്നുണ്ട്. ഞാനും എല്ലാം മറന്നുപോയെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഉണർന്നിരിക്കാനും പറ്റുന്നില്ല. ആകെ വല്ലാത്തൊരവസ്ഥയാണ്. മുമ്പ് നിന്റെ ഫ്രണ്ട്സ് നിന്നെ ചീറ്റ് ചെയ്ത സമയത്ത് ഞാൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്നൊക്കെ സൂര്യ ഈ സമയത്ത് വിഷമത്തോടെ പറയുന്നുണ്ട്. അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് താൻ അവനെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യിക്കാമെന്ന് അവൾ പറയുന്നു. തനിക്ക് ഓൾറെഡി അതൊക്കെ നന്നായിട്ട് അറിയാമെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്നാലും ജീഷുവിലെ ഏറ്റവും ബെസ്റ്റ് ആർച്ചറായിട്ടുള്ള എൻ്റെ അടുത്ത് നിന്ന് നിനക്കത് പഠിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൂടെ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെല്ലുകയും ചെയ്യുന്നു. അവൾ അവനെ പിടിച്ച് നേരെ നിർത്തി കൈയൊക്കെ ലെവൽ ചെയ്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യമായിട്ട് പറഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ മുഖത്താണ്. അവൾ അവനോട് ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. യാമോ ഈ സമയം പ്രൈം മിനിസ്റ്ററുടെ അടുത്തെത്തി ഇക്ഷ്യാവോ തൻ്റെ ഐഡന്റിറ്റിയെ പറ്റി സൂര്യയോട് പറഞ്ഞതും അവൻ വന്നതിനെ പറ്റി അന്വേഷിച്ചതുമൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ അവൻ്റെ അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇവിടെ രാജാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ ജീവനും അപകടത്തിലാവും. അതുകൊണ്ട് തൽക്കാലം പ്രൈം മിനിസ്റ്ററുടെ പ്ലാനൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. തൻ്റെ അച്ഛൻ്റെ ലൈഫ് സേവ് ആക്കിയിട്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ എന്ന് യാവോ പ്രൈം മിനിസ്റ്ററോട് പറയുന്നുണ്ട്. പക്ഷേ അവന് വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ പ്രൈം മിനിസ്റ്റർ തയ്യാറല്ലായിരുന്നു. ഞാൻ ഓൾറെഡി എല്ലാം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി അതൊന്നിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് തന്നെ പ്രൈം മിനിസ്റ്റർ പറയുന്നുണ്ട്. ഇക്കാര്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചെറുതായിട്ട് കശപിശയൊക്കെ ഉണ്ടാകുന്നുണ്ട്. യാവോയ്ക്ക് മറ്റൊന്നും തൻ്റെ അച്ഛൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതായിരുന്നില്ല. എന്തായാലും തൻ്റെ അച്ഛനെ സേഫ് ആക്കാതെ ഇനി ഒരു കാര്യത്തിനും താൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ഇക്ഷ്യാവോ ഇപ്പോൾ സൂര്യയുടെ മടിയിലായിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയം തന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചീറ്റ് ചെയ്തത് കാരണം അവനുള്ള വിഷമമൊക്കെ ഹൃദയം തന്നോട് പറയുന്നു എന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ അതല്ലാതെ മറ്റെന്തോ പ്രശ്നം കൂടി അവനുണ്ട് എന്നുള്ള കാര്യവും അവൾ പറയുന്നുണ്ട്. ശരിക്കും രാജാവിൻ്റെ സേഫ്റ്റിയെപ്പറ്റി ആലോചിച്ച് സൂര്യയ്ക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. യാവോ ഇമ്പീരിയൽ ഗാർഡിൻ്റെ ലീഡറാണല്ലോ. ഇത്രയും നാളെ യാവോയെ വിശ്വസിച്ചാണ് അവൻ രാജാവിൻ്റെ സേഫ്റ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നത്. പക്ഷേ ഇപ്പോൾ യാവോ തന്നെ ഇങ്ങനെ ശത്രുവാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് രാജാവിനെ അവൻ ആരെ വിശ്വസിച്ചേൽപ്പിക്കാനാണ്? അതുകൊണ്ടാണ് അവൻ ആ ഷോങ്ഷി യൂണിറ്റിനെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാനായിട്ട് നേരത്തെ ഓർഡർ നൽകിയത്. പക്ഷേ അവനിങ്ങനെ സൈനികരെ ഇങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒരു റെബല്യനെ ശ്രമിക്കുകയാണ് എന്ന്
പ്രൈം മിനിസ്റ്ററും മറ്റു മന്ത്രിമാരുമൊക്കെ ആരോപിക്കില്ലേ, അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ഇക്ഷ്യാവോ ചോദിക്കുന്നു. ആയുധങ്ങളൊന്നുമില്ലാതെ തൻ്റെ വീട്ടിലെ കാവൽക്കാരെന്നുള്ള നിലയിൽ അവരെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല എന്നാണ് സുഗെ ഇപ്പോൾ വിചാരിക്കുന്നത്. അവൻ എന്ത് തീരുമാനമെടുത്താലും അതിന് തൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, താൻ കൂടെ ഉണ്ടാവുമെന്ന് ഇക്ഷ്യാവോ പറയുന്നു. ഇവരിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഷുഗെ അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. ഇവരെ കിടപ്പുണ്ട്. ഷുഗ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. ഇക്ഷ്യാവോ അവനെ കണ്ടുകൊണ്ട് സുഗയുടെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സുഗ അവളെ വിടുന്നില്ല. അങ്ങനെ തന്നെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് എന്താണ് ഷുഗയുടെ കാര്യമെന്ന് അന്വേഷിക്കുന്നു. ഉയി മരിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാനായിരുന്നു ഷുഗ വന്നത്. ഇക്ഷ്യാവോയെ അവൾ വേദനിപ്പിച്ചതുപോലെ മുഴുവനായിട്ട് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ സുഗയ്ക്കുള്ളൂ. അത് മാത്രമല്ല ഇക്ഷ്യാവോയ്ക്കും അവളോട് പ്രതികാരം വീട്ടാൻ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ, അതിൽ വിഷമമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇക്ഷ്യാവോ പക്ഷേ അവളുടെ മരണത്തിൽ അത്ര കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശരീരം ദഹിപ്പിച്ച് കളഞ്ഞേക്കാനാണ് ഇക്ഷ്യാവോ പറയുന്നത്. പ്രൈം മിനിസ്റ്റർ തൻ്റെ മകൻ്റെ ആ മെമ്മോറിയൽ സ്ഥലത്ത് ചെന്ന് അവൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ആലോചിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്ററുടെ ഒരു ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പ് മകൻ തിരികെ എത്തിയിരുന്നല്ലോ. ബർത്ത്ഡേ ദിവസം വീട്ടിൽ കുറേ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. ആ ചടങ്ങുകളൊക്കെ സന്തോഷത്തോടെ നടക്കുന്ന സമയത്താണ് മകൻ അടുത്തേക്ക് വന്നിട്ട് അച്ഛന് സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേ വിഷൊക്കെ നൽകുന്നത്. ആ വിഷ് ചെയ്തത് അദ്ദേഹത്തെ രാജാവിനോട് ഉപമിക്കുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ അങ്ങനെ പറയുന്നത് തെറ്റാണ്, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ അവനെ തടയുന്നുണ്ട്. പക്ഷെ അവനതത്ര കാര്യമാക്കുന്നില്ല. മാത്രമല്ല അച്ഛന് താൻ സർപ്രൈസായിട്ട് എന്ത് ഗിഫ്റ്റാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അവൻ കാണിച്ചു കൊടുക്കുന്നു. അത് ഒരു സ്ഥലത്തിൻ്റെ മാപ്പായിരുന്നു. ഇവിടെ നിന്ന് കുറേ ദൂരെയായിട്ട് അവൻ വലിയൊരു കോട്ട വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവിടെയുള്ള സൗകര്യങ്ങളെ പറ്റിയൊക്കെ അവൻ വിശദമായിട്ട് പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു കൊടുക്കുന്നു. 300ഓളം മുറികളും അതേപോലെ ചുറ്റും വലിയ മതിലുകളുമൊക്കെയുള്ള വലിയൊരു കോട്ട തന്നെയാണത്. 1000 ആളുകൾക്ക് 3 വർഷത്തേക്കുള്ള ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. 3000ഓളം സൈനികരെ അച്ഛൻ അവിടെ വേണമെങ്കിൽ ട്രെയിൻ ചെയ്യിക്കാം. ഇവിടെ നിന്ന് റിട്ടയർഡായി കഴിയുമ്പോൾ അച്ഛൻ അവിടെ പോയി സ്വസ്ഥമായിട്ട് ഇവിടുത്തെ രാജാവിനേക്കാൾ നല്ലൊരു രീതിയിൽ കഴിയണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നൊക്കെ അവൻ പറയുന്നു. അവനീ പറയുന്നത് ശരിക്കും രാജാവിനെതിരായിട്ടുള്ള ഒരു റെബല്യൻ പോലെയാണ് പ്രൈം മിനിസ്റ്റർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ അയാൾ മകനെ വിലക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇപ്പോഴത്തെ രാജാവിനെതിരായിട്ട് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. തൻ്റെ അച്ഛൻ റിട്ടയർ ആയി കഴിയുമ്പോൾ ആറേ മുന്നിൽ ഓച്ചാനിച്ചിങ്ങനെ നിൽക്കാതെ സ്വസ്ഥമായിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളുടെ ഡിസൈനൊക്കെ അവൻ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങാം എന്നും അവൻ പറയുന്നുണ്ട്. പക്ഷേ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ അവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. ഇത് ശരിക്കും റെബല്യൻ തന്നെയാണ്, ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയി അതെല്ലാം നശിപ്പിച്ചു കളയണം എന്നും അദ്ദേഹം ഓർഡർ നൽകുന്നുണ്ട്. പക്ഷേ അവർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം എങ്ങനെയോ രാജാവ് അറിഞ്ഞിട്ട് രാജാവിൻ്റെ കുറേ സൈനികർ ഇവനെ പിടികൂടുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ കാര്യങ്ങൾ അയാളുടെ കൈവിട്ട് പോകുന്നുണ്ട്. ഇത്രയും അയാൾ ഓർത്തപ്പോഴേക്കും അനന്തരവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റേ ഫിസിഷ്യൻ ആ മരുന്ന് റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അറിയിക്കുന്നു. അയാൾ അപ്പോൾ തന്നെ ആ മരുന്നുമായിട്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുന്നുണ്ട്. ഇവിടെ സുയികയൊക്കെ പ്രിൻസസിനായിട്ട് അയച്ചു കൊടുത്ത ആ ഡൗറിയൊക്കെ ഇപ്പോൾ ഷാജിങ്ങാൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. ഷാജിങ്ങാന് അത് കണ്ടപ്പോൾ ചിരി അടക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകൾ ഒളിച്ചോടി പോയിട്ടും രാജാവ് അവൾക്കുള്ള ഡൗറിയൊക്കെ ഇങ്ങനെ കൊടുത്ത് അയച്ചിരിക്കുകയാണല്ലോ. അതാണ് അവൻ പരിഹാസത്തിന് കാരണം. പ്രിൻസസിൻ്റെ ഒരു സെർവൻ്റ് കൂടി ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെല്ലാം തൽക്കാലം തൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കാനാണ് ഷാജിങ്ങാൻ ഓർഡർ നൽകുന്നത്. ഈ സാധനങ്ങളും ആ സെർവൻറ്റിനെയും ഒന്നും ഇപ്പോൾ പ്രിൻസസിന് നൽകാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട എന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ മേൽനോട്ടം അവൻ ഏൽപ്പിക്കുന്നത് ബായിയാണ്. ഈ ബായി കഴിഞ്ഞ ദിവസം മെസ്സേജ് നൽകിയതനുസരിച്ച് പുറത്ത് കാവൽക്കാരുണ്ടോ, തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വേറെ ആദ്യം പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുന്നു. പിന്നെ ബായി പറഞ്ഞത് ശരി തന്നെയാണ്, ആരും ഇപ്പോൾ കാവലിനൊന്നും ഇല്ല എന്നുള്ള കാര്യം അവൻ തിരികെ ഷാജിങ്ഷിയുടെ അടുത്ത് വന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഷാജിങ്ഷി പുറത്തൊക്കെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുന്നു. കുറേ ദിവസമായിട്ട് ഇവരിങ്ങനെ ഇവിടെ വീട്ടുതലങ്ങളിലായിരുന്നല്ലോ. അതേപോലെ പ്രിൻസസും കുറേ ദിവസമായിട്ട് ഇതിനുള്ളിൽ തന്നെ ട്രാപ്പിലായി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് അവളെയും പുറത്തേക്കൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ അവൻ വേറെ അവനോട് പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ ഈ സമയം ആ മരുന്നുമായിട്ട് രാജാവിൻ്റെ അടുത്ത് എത്തുന്നു. ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന സെർവൻസിനെയൊക്കെ അയാളെന്താ പറഞ്ഞ് പുറത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് രാജാവിനെ കെയർ ചെയ്യുന്ന ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈ തുടച്ചു കൊടുക്കാനായിട്ട് തുണി ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. വെള്ളത്തിന് നല്ല ചൂടുണ്ടായിട്ടും പിന്നെയും തിളച്ചുകൊണ്ടിരുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആ തുണി മുക്കിയിട്ട് അയാൾ അത് കൊണ്ടുവന്ന രാജാവിൻ്റെ കയ്യിൽ പിടിപ്പിക്കുന്നുണ്ട്. രാജാവ് ശരിക്കും കോമയിലാണോ അതോ ഉറക്കം നടിച്ച് കിടക്കുകയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അയാളിങ്ങനെ ചെയ്തത്. കുറേ സമയം അങ്ങനെ രാജാവിൻ്റെ കയ്യിൽ അത് പിടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ശരിക്കും പൊള്ളിച്ചിട്ടും രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ലാത്തതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. അന്ന് ഈ പ്രൈം മിനിസ്റ്ററുടെ മകനെ ഇങ്ങനെ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് അവനെ കൊല്ലരുത്, അവനെ വെറുതെ വിടണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ രാജാവിൻ്റെ മുന്നിൽ ചെന്നിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നീതിക്ക് നിരക്കാത്തൊരു റിക്വസ്റ്റ് പ്രൈം മിനിസ്റ്റർ രാജാവിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും രാജാവ് അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അയാളുടെ മകനെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് നിവേദനങ്ങളാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അതൊന്നും തനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ താൻ എങ്ങനെയാണ് നീതിമാനായിട്ടുള്ള ഒരു രാജാവാകുന്നത്? അവൻ ചെയ്ത കുറ്റത്തിന് അവൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊല്ലേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവരെയെല്ലാം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവനെ മാത്രമായിട്ട് കൊല്ലാനാണ്
താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് രാജാവ് പ്രൈം മിനിസ്റ്ററുടെ ആ അപേക്ഷ നിരസിച്ചിരുന്നു. അങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററുടെ മകൻ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് മകനെ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. ശരിക്ക് അന്ന് നീ അവനെ കൊല്ലാൻ തയ്യാറായത് സൂര്യയുടെ അമ്മയെ ഞാൻ കൊന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ തെറ്റിയത് ഞാനായിരുന്നു. അതിന് നീ എന്തിനാണ് അവനെ ശിക്ഷിച്ചത്? നീ ഇവിടെ ഇങ്ങനെ കോമയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷെ നീ അങ്ങനെ എളുപ്പത്തിൽ മരിക്കാൻ പാടില്ല. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് മകനെ നഷ്ടപ്പെട്ട വേദന ഞാൻ അനുഭവിക്കുന്നത് പോലെ നിന്റെ മകൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ട് അതിൻ്റെ വേദന നീയും അനുഭവിക്കണം. എന്നാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ. നിനക്ക് വേണ്ടി ഞാനൊരു മരുന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ അപ്പോൾ തന്നെ നീ ഉണരും. പക്ഷേ അത് കഴിഞ്ഞ് 5 ദിവസം മാത്രമേ നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ. സൂര്യയെ പിടികൂടിയ ശേഷം ഞാൻ നിനക്ക് ഈ മരുന്ന് തരുന്നതായിരിക്കും എന്നൊക്കെ പ്രൈം മിനിസ്റ്റർ അവിടെ ഇരുന്ന് പറയുന്നു. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ കിടന്ന് വിങ്ങുകയായിരുന്നു. ഇതെനിക്ക് ആരോടെങ്കിലും ഉറക്കെ പറയണമായിരുന്നു. നിനക്കിത് കേൾക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇനി ഞാൻ നിന്നെ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മരുന്ന് എടുത്തുകൊണ്ട് അയാൾ തൽക്കാലം അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയ ശേഷം പക്ഷേ രാജാവ് കണ്ണു തുറക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം കേട്ടുകൊണ്ട് തന്നെ കിടക്കുകയായിരുന്നു. എന്തായാലും പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ ഉള്ളിലിരിപ്പ് രാജാവിന് അറിയാൻ സാധിക്കുന്നു. ഷുയേങ് അവളുടെ ആ വില്ലേജിലേക്ക് തിരികെ പോയിരുന്നല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റിലായിരിക്കുന്നു. ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവളൊരു മാസ്റ്ററൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ സൂര്യ അങ്ങോട്ടേക്ക് അയച്ച ആ മിനിസ്റ്ററുടെ ഹെൽത്തും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവളുടെ ആ സെർവൻറ്റിനെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഏൽപ്പിച്ചിട്ട് അവൾ ഇപ്പോൾ ആ സ്റ്റോം അലയൻസ് അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ഫെയെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് അയച്ചിട്ട് അവൻ രക്ഷപ്പെട്ടോ മരിച്ചോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഇഷ്യാവോ നിങ്ഫെയെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് ഇവളെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. നിങ്ഫെയെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചതെന്നൊക്കെ അവൾ ഇടയ്ക്ക് അവളുടെ അച്ഛനോട് ചോദിച്ച് വിശദമായിട്ട് അറിഞ്ഞിരുന്നു. ആദ്യമൊന്നും അദ്ദേഹം സ്ഥലമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഇവളിങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ എവിടെയാണ് ആ സ്ഥലമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. പ്രിൻസസിന് പുറത്തു പോകാനുള്ള പെർമിഷൻ കിട്ടിയതോടെ അവൾ അവിടെയുള്ള ഒരു ചെറിയ ഗാർഡനിലെത്തി അവിടെ നിന്ന് കുറേ പൂക്കൾ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്തും ഷാജിൻഷി കഴിഞ്ഞ ദിവസം തന്നെ നിരസിച്ചതിനെ പറ്റിയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൾ ആകെ മൂഡ് ഓഫാണ്. പൂക്കളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ദേഷ്യം വന്നിട്ട് അവളതൊക്കെ വലിച്ച് നിലത്തേക്ക് എറിയുന്നു. എന്നിട്ട് വിഷമത്തോടെ അവിടെ ഇരുന്നത് വീണ്ടും പെറുക്കിയെടുക്കാൻ തുടങ്ങിയ സമയത്ത് ഷാജിങ്ങാൻ അവളുടെ അടുത്ത് വന്നിരുന്ന് അവൾക്കത് എടുത്തു കൊടുക്കുന്നുണ്ട്. അവൻ അടുത്തെത്തി ഇങ്ങനെ എടുത്തു കൊടുത്തപ്പോഴാണ് അവൻ വന്നതൊക്കെ അവൾ അറിയുന്നത്. അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് എന്ന് ബഹുമാനം കാണിക്കുന്നു. ഷാജിൻഷിക്ക് ഇവളോട് താല്പര്യമില്ല, അവനിങ്ങനെ അവളെ റിജക്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഷാജിങ്ങാൻ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. ഷാജിൻഷിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഈ പൂക്കളൊക്കെ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എൻ്റെ അത്ര നന്നായിട്ട് മറ്റാർക്കും അറിയില്ല. ഇതിനു മുമ്പ് ഞാൻ അവനെ ഒരുപാട് തല്ലുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് പോലും അവൻ അവൻ്റെ തെറ്റുകൾ ഒരിക്കലും സമ്മതിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവനെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഷാജിങ്ങാൻ അവളെ ഉപദേശിക്കുന്നു. പ്രിൻസസ് അധിക സമയം അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാജിങ്ങാൻ പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് അവളുടെ തലയിലേക്ക് ഒരു റോസാപ്പൂ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര ഭംഗിയുള്ള പൂക്കൾ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത എൻ്റെ ബ്രദറിന് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ അവൻ പറയുന്നു. പ്രിൻസസ് വേഗം ആ പൂവെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ചെറിയ കണ്ണീരൊക്കെ അവളുടെ കണ്ണിൻ്റെ അറ്റത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു. അവനത് തുടച്ചു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവനിങ്ങനെ ഇത്ര സ്വാതന്ത്ര്യത്തോട് തന്നോട് പെരുമാറുന്നത് ശരിയല്ല. അതുകൊണ്ട് പ്രിൻസസ് അവനെ അപ്പോൾ തന്നെ വിലക്കുന്നുണ്ട്. അവൻ്റെ കൈ തട്ടി എറിയുകയും ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ഷാജിങ്ങാൻ അവളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇത് ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് പ്രിൻസസ് വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ ഷാജിങ്ങാന് ഇതോടെ അവളോട് ഒന്നുകൂടി താല്പര്യം കൂടുന്നുണ്ട്. സ്വിഗ്ഗി ഓർഡർ നൽകിയതനുസരിച്ച് ആ ഷോങ്ഷി യൂണിറ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ലീഡറിനെ സ്വിഗ്ഗി അകത്തേക്ക് വിളിപ്പിക്കുന്നു. ബാക്കിയുള്ളവരെ ഫുഡ് കഴിക്കാനായി പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ആർമിയിലെ ഒരു സ്പെഷ്യൽ യൂണിറ്റാണ്. ഇവർക്ക് ബാക്കിയുള്ളവരെ പോലെ ആർമിയുടെ നിയമങ്ങളൊന്നും അത്ര ബാധകമല്ല. മാത്രമല്ല ഇവർ ഓരോരുത്തരും ഭയങ്കര ക്രൂരന്മാരായിട്ടുള്ളവരാണ്. അതിലുള്ള എല്ലാ അംഗങ്ങളും ഒരുപാട് ആളുകളെ കൊന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇപ്പോൾ അവരുടെ ശത്രുവായിട്ട് മാത്രം മുമ്പ് അവർ കണ്ടിട്ടുള്ള ഇഷ്യാവോ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവളെ കണ്ടു കഴിയുമ്പോൾ മോശമായിട്ട് പെരുമാറരുത് എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് ഫുയു മെങ്ങിന് ഓർഡർ നൽകി പറഞ്ഞയക്കുന്നുണ്ട്. രാജാവിൻ്റെ പ്രൊട്ടക്ഷൻ തൽക്കാലത്തേക്ക് ഷോങ്ഷി യൂണിറ്റിനെ ഏൽപ്പിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ഈ സമയം ഷുഗയെ അറിയിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ലീഡർ അകത്തേക്ക് ചെല്ലുന്നു. ഇക്ഷിയാവോയെ കണ്ടപ്പോൾ അയാൾക്കും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു എനിമി എന്ന രീതിയിലാണ് അയാളും അവളെ കാണുന്നത്. ഷുഗയ്ക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാവുന്നതുകൊണ്ട് ഇത് ഇക്ഷിയാവോ ആണ്, ഇപ്പോൾ ഇവൾ നമ്മളിൽ ഒരാളാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾക്കത് അത്ര പിടിച്ചിട്ടില്ലെങ്കിലും തൽക്കാലം ഷുഗ പറയുന്നതുകൊണ്ട് അവനൊന്നും പറയുന്നില്ല. പിന്നെ അവരെ വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഷുഗ അവരോട് പറയുന്നു. കൊട്ടാരത്തിലേക്ക് പോയി രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട്. തൻ്റെ ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തി കഴിയുമ്പോൾ ഇക്ഷിയാവോയായിട്ട് തനിച്ച്
ഒരു ഫൈറ്റ് നടത്താൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അയാൾ പറയുന്നു. അവളെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇക്ഷ്യാവോയെ അയാൾ റെസ്പെക്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലായതോടെ ഇനി മുതൽ ഇക്ഷ്യാവോ എന്ത് പറഞ്ഞാലും അത് എൻ്റെ കമാൻഡായിട്ട് കണ്ടോണം, ഞാൻ ഓർഡർ നൽകുന്നത് പോലെ വേണം അതിനെ സ്വീകരിക്കാൻ, എൻ്റെ ആഗ്രഹമാണ് അവൾ പറയുന്നത് എന്ന് സൂര്യ നേരിട്ട് അവൻ ഓർഡർ നൽകുന്നുണ്ട്. അവത്തമുള്ള റിലേഷനെ പറ്റിയൊന്നും അയാൾക്ക് അറിയില്ലെങ്കിലും അവൾക്ക് അവിടെ പ്രധാനപ്പെട്ട റോളുണ്ടെന്ന് അയാൾക്ക് എന്തായാലും മനസ്സിലാവുന്നു. അവൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ റെഡിയാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇക്ഷ്യാവ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ ഷോഷി യൂണിറ്റിലെ മെമ്പേഴ്സ് എല്ലാം ഇവളെ കണ്ടപ്പോൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തങ്ങളുടെ പ്രതിഷേധം പറ്റാവുന്ന പോലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവളതൊന്നും കാര്യമാക്കാതെ അവളുടെ മുന്നിൽ കൂടി സ്റ്റൈലിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ റെഡി ആവാനായിട്ട് ഓർഡർ നൽകുന്നുണ്ട്.